അയോധ്യ പ്രാണപ്രതിഷ്ഠാ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് അസമിലെ ഭട്ടദ്രവ സത്രം സന്ദർശിക്കാൻ അനുമതിയില്ല. രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് നിരവധി ഭക്തർ എത്തുമെന്ന് മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. ശ്രീമന്ത ശങ്കരദേവന്റെ ജന്മസ്ഥലമായ സത്രം നാളെ 3 മണിക്ക് ശേഷം സന്ദർശിക്കാമെന്നും മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാ സമയത്ത് രാഹുൽ ഗാന്ധി സത്രം സന്ദർശിക്കുന്നതിനെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും എതിർത്തു. നോബിൾ മാരിക്കാരനുടെ വിവരങ്ങളുമായി. നോബിൾ, നേരത്തെ തന്നെ രാഹുൽ തീരുമാനിച്ചിരുന്നതാണ് ഇത്തരത്തിൽ ഭട്ടദ്രവ സത്രം സന്ദർശിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിലക്കെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? വിനീത, നാളെ രാമക്ഷേത്ര പ്രതിഷ്ഠ സമയത്ത് അസമിലെ സന്ദർശനം, പ്രത്യേകിച്ച് ശ്രീമന്ത ശങ്കരദേവന്റെ ജന്മസ്ഥലമായ ഭട്ടദ്രവ സത്രം സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അനുമതിയും ഒപ്പം അവിടെ എത്തുന്ന കാര്യം മാനേജ്മെന്റ് കമ്മിറ്റി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നാളെ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നിരവധി ഭക്തർ ഇവിടെ എത്തും എന്നാണ് മാനേജ്മെന്റ് കമ്മിറ്റി വ്യക്തമാക്കുന്നത്. ഈ സമയത്ത് രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ഭക്തരുടെ മുഴുവൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി സംബന്ധിച്ച് CRPF സുരക്ഷയുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പക്ഷേ ഇതിൽ ദർശനം നടത്തുവാനോ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തുവാനോ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് മാനേജ്മെന്റ് കമ്മിറ്റി അറിയിക്കുന്നത്. നിരവധി പരിപാടികളും ഈ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ 3 മണിക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് ഈ ഭട്ടദ്രവ സത്രം സന്ദർശിക്കാം എന്നാണ് മാനേജ്മെന്റ് കമ്മിറ്റി അറിയിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധി തടയുന്നതിന്റെ ഭാഗമായെന്ന വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഈ പ്രതിഷ്ഠാ സമയത്ത് ഇത്തരത്തിൽ അവിടെ സന്ദർശിക്കുന്നതിനെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ എതിർത്തിട്ടുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സമയത്ത് രാഹുൽ അവിടെ സന്ദർശനം നടത്തരുത് എന്ന ആവശ്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് നാളത്തെ പര്യടനങ്ങൾ, പ്രത്യേകിച്ച് ഗുവാഹത്തിയിലാണ് പര്യടനം ഉള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ ചില നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ കാണുന്നതിനുള്ള വിലക്കും ഉൾപ്പെടെ ഉണ്ടെന്ന് കോൺഗ്രസ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ യാത്രയ്ക്ക് നേരെ വീണ്ടും BJP പ്രവർത്തകർ ആക്രമണം നടത്തി എന്ന ആരോപണം മുന്നോട്ട് വയ്ക്കുകയാണ് ജയറാം രമേശ്. അദ്ദേഹം സഞ്ചരിച്ച വാഹനം തകർക്കാൻ BJP പ്രവർത്തകർ ശ്രമിച്ചു എന്ന ആരോപണം അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കുന്നു. സുനിത്പൂരിലെ ജുമുഗുട്ടിയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഭാരത് ജോഡോ ന്യായ യാത്ര ഈ അസമിൽ പര്യടനം തുടങ്ങിയ ദിവസം മുതൽ തന്നെ ആരംഭിച്ചതാണ് BJP കോൺഗ്രസ് അവിടെ വാദപ്രതിവാദങ്ങൾ. അതിനിടെ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്ററുകൾ അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ KC വേണുഗോപാൽ അടക്കമുള്ളവർ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ. അതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജയറാം രമേശിന്റെ വാഹനത്തിന് ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭട്ടദ്രവ സത്രം സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതിയില്ല. അതോടൊപ്പം തന്നെ യാത്രയ്ക്കെതിരെ BJPയുടെ ആക്രമണങ്ങൾ സംസ്ഥാനം തുടരുന്നു എന്ന ആരോപണം കോൺഗ്രസ് ഇപ്പോഴും ആവർത്തിക്കുകയും തുടരുകയും ചെയ്യുന്നു. വിനീത, ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.